ഈ സമൃദ്ധ എന്ന് പറഞ്ഞ ഒരു പുതിയ പദ്ധതി കേരളത്തിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ രാജ്യത്തിന് മാതൃകയായി ആദ്യമായി ഞങ്ങൾ കൊണ്ടുവരുന്നു. കാരണം പശുവിനെ തിരിച്ചറിയുവാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ, പശുവിൻ്റെ കാതിൽ ഒരു ചെറിയ സ്റ്റഡ്, നമുക്ക് നെൽമണിയുടെ രൂപത്തിലുള്ള ഒരു സ്റ്റഡ് ഇഞ്ചക്റ്റ് ചെയ്ത് നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പശു ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാം. എത്ര ലിറ്റർ പാല് തരും, ഏതൊക്കെ വാക്സിൻ കൊടുത്തിട്ടുണ്ട്, എല്ലാ വിവരങ്ങളും നമുക്കതിലൂടെ കിട്ടും. ഇപ്പോൾ പാലുൽപാദനം വർദ്ധിപ്പിക്കണം. 8 ലിറ്റർ പാലുള്ള ഒരു സങ്കരയിനം പശുക്കൾ എങ്ങനെ അതിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കാം, ഏതുതരം തീറ്റ നമുക്ക് കൊടുക്കണം, അത് 14 ലിറ്ററിലേക്ക് നമുക്ക് എത്തിച്ചേരണ്ടേ, ആ നിലയ്ക്ക് ഉള്ള സംവിധാനം മുഴുവൻ നമുക്ക് ഈ സമൃദ്ധിയിലൂടെ കൊണ്ടുവന്ന് ഇലക്ട്രോണിക്സ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ സംവിധാനം വഴി തന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കും. ഒരു വെള്ളപ്പൊക്കത്തിൽ ഒരു പശു ഒലിച്ചു വന്നാൽ ഇത് എൻ്റെ പശുവാണെന്ന് പറഞ്ഞ ആൾ കൂടുന്നതിന് മുമ്പ് ആ പശുക്കളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ പറ്റും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ വ്യാപകമായ നിലയിൽ കൊണ്ടുവരുവാൻ പത്തനംതിട്ട ജില്ലയിൽ അതിൻ്റെ സമ്പൂർണ്ണ ഉദ്ഘാടനം ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിലും കമ്പ്യൂട്ടർ സംവിധാനം ഉൾപ്പെടെ ഇപ്പോൾ കൊടുത്തുകൊണ്ട് ഈ സംവിധാനത്തിലേക്ക് നമ്മൾ വരിക. അപ്പോൾ ഒരു പശുവിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ നിങ്ങൾ മൃഗാശുപത്രിയിൽ വിളിച്ചാൽ മതി, പശു ഏതാണെന്ന് അവർ തിരിച്ചറിയും. പശുവിന് ഏതൊക്കെ വാക്സിൻ കൊടുത്തിട്ടുണ്ടോ എന്നറിയും. പശുവിന് എന്ത് അസുഖമാണെങ്കിൽ അവർക്ക് മെയിൽ വഴി തന്നെ നിങ്ങൾക്ക് തരുവാനുള്ള സംവിധാനം, നിങ്ങൾക്ക് തരാനുള്ള മരുന്നുകൾ അതുവഴി തരുവാനുള്ള സംവിധാനങ്ങൾ, അതെല്ലാം അതിൻ്റെ കുറിപ്പടികൾ ഉൾപ്പെടെ അതൊക്കെ തരുവാനുള്ള സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. പിന്നീട് നമുക്കറിയാം, ഏറ്റവും അവസാനം ഉണ്ടായ ദുരന്തം വയനാട് ജില്ലയിലെ ദുരന്തമാണ്. ആ വയനാട് ജില്ലയിലെ ദുരന്തം നമ്മൾ വയനാട് ജില്ലയെന്ന് നമുക്ക് പറയുവാൻ പറ്റത്തില്ല. ആ ജില്ലയിലെ 3 വാർഡുകൾ, അത് ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് നമ്മുടെ പുൽകൃഷിയും നെല്ലും ആളുകളും അവരുടെ വീടുകളും തൊഴുത്തുകളും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ കാണുവാൻ കഴിയും. കേരളത്തിൽ പാലുൽപാദന രംഗത്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് വയനാട് ജില്ലയാണ്. ഏകദേശം ഒരു ദിവസം 2 ലക്ഷത്തിലധികം ലിറ്റർ പാല് നമുക്ക് കിട്ടുന്നത് വയനാട് ജില്ലയിൽ നിന്നാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഈ ക്ഷീരം മേഖലകളിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവരാണ് ആ വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവരുടെ ഓരോ ദിവസത്തെയും വരുമാനം നമുക്ക് നല്ലതുപോലെ അറിയാം. ഒരു സംഘം ഞങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ 20,000 ലിറ്ററിലധികം പാല് ഒരു സംഘമാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള നിരവധി സംഘങ്ങൾ നമുക്കവിടെയുണ്ട്. അവിടെ സോളാറിലൂടെയാണ് പലപ്പോഴും നമുക്കറിയാം, കറണ്ട് ഉൾപ്പെടെ ലാഭകരമായി കൊണ്ടുവരുവാൻ വേണ്ടി സോളാർ ഉൾപ്പെടെ സ്ഥാപിതമാക്കിക്കൊണ്ടാണ് നമ്മുടെ അവിടുത്തെ പല സംഘങ്ങളും നമ്മുടെ ഉൽപ്പാദനം ഉൾപ്പെടെ പാലുൽപാദനമായാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും ഒക്കെ മുൻപന്തിയിൽ. ഞങ്ങൾ അതുകൊണ്ട് ആ ക്ഷീര കർഷകർക്ക്, മനുഷ്യർക്ക് ക്യാമ്പ് ഒരുക്കിയതുപോലെ തന്നെ ക്ഷീര കർഷകരുടെ പശുക്കൾക്ക് വേണ്ടി പ്രത്യേകം ക്യാമ്പുകൾ അവിടെ കൊണ്ടുവരുവാൻ, അവർക്ക് പുല്ലുകൾ ഇന്നും സൗജന്യമായി കൊടുക്കുവാൻ, ഇന്ന് മറ്റ് സംസ്ഥാനത്ത് നിന്ന്, കർണാടകയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ തീറ്റകൾ കേരളത്തിൽ എത്തിക്കുവാൻ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ആ തീറ്റകൾ കൊണ്ട് എത്തിക്കുവാൻ, ഇന്ന് അവർക്ക് ആവശ്യമായ നിലയിൽ തൊഴുത്ത് നിർമ്മിക്കുവാൻ, അവർക്ക് പശുക്കളെ ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനം ഒക്കെ ഞങ്ങളിന്ന് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയും. ഞാനത് സൂചിപ്പിച്ചത്, ക്ഷീര കർഷകർക്ക് ഇന്ന് സമൂഹത്തിൽ നമുക്കറിയാം ഉൽപ്പാദന ചെലവാണ് അവരെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ നിൽക്കുന്നത്. പലപ്പോഴും ക്ഷീര കർഷകർ പരാതി പറയുന്നതും അതിനാണ്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, കേരളത്തിൽ നമുക്ക് ഈ ക്ഷീര കർഷകർക്ക് അവർക്ക് നമ്മുടെ പശുക്കൾക്ക് കൊടുക്കേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഫീഡുകൾ നമുക്ക് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുവാൻ പറ്റുന്നില്ല.